ഹലോ ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പകുതിക്ക് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. കാരണം റിസ്ക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ലെങ്ത് കൂടിയതുകൊണ്ട് നമ്മൾ 2 വീഡിയോ ആക്കിയതാണ്. നമ്മൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ പറഞ്ഞ റിസ്ക് അസസ്മെൻറ്റ് എന്താണെന്നും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ടൂൾസും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് റിസ്ക് അസസ്മെൻറ്റിന് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് കൊണ്ട് എങ്ങനെ അസസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്. അധികം ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് ടൂൾസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ആ ടൈപ്സ് ഏതൊക്കെയാണുള്ളതെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് ടൂൾ എന്താണെന്ന് നോക്കാം. ദീസ് ടൂൾസ് യൂസ് ന്യൂമറിക്കൽ ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു മെഷർ ആൻഡ് അനലൈസ് റിസ്ക്. ഇവരെന്താ യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ ഡേറ്റാസ്. ഇതെല്ലാം നമ്പറിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവിലാണ് റിസ്കിനെ അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്പറിൽ തന്നെ വരണ്ടേ? നമ്മളെല്ലാം നമ്പറിലാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ റിസ്ക്കുകൾ നമ്മൾ മെഷർ ചെയ്യും, എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെ അനലൈസ് ചെയ്യും. അതല്ലേ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദേ ഹെൽപ്പ് മാനേജ്മെൻറ്റ് എസ്റ്റിമേറ്റ് ദ പ്രൊബബിൾ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് അൺസർട്ടൻ ഇവൻറ്റ്സ്. അൺസർട്ടൻ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് ഇവൻറ്റ്സ്. ആ റിസ്ക് ഇവൻറ്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അവർക്ക് ഫൈനാൻഷ്യലി പ്രോബബിൾ ആയിട്ടുള്ള, ഫൈനാൻഷ്യലി എത്രയാണ് അവർക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു റിസ്ക് അസസ്മെൻറ്റ് ടൂൾസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് ടൂൾസ് വെച്ചിട്ട് നോക്കാൻ വേണ്ടി പോകണം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് വാല്യൂ അറ്റ് റിസ്ക്, വാർ എന്നൊക്കെ പറയും. ഇറ്റ് മെഷേഴ്സ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ലോസ് ഇൻ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഓർ പോർട്ട്ഫോളിയോ ഓവർ എ സ്പെസിഫിക് പീരീഡ് അറ്റ് എ ഗിവൺ കോൺഫിഡൻസ് ഇൻ്റർവൽ. എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. എക്സാമ്പിൾ പറയാം. പോർട്ട്ഫോളിയോ, എൻ്റെ കയ്യിലൊരു പോർട്ട്ഫോളിയോ വേണ്ട, എൻ്റെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്. എന്നോട് പറയുവാണ് എൻ്റെ വാല്യൂ അറ്റ് റിസ്ക് 95% ആണ്. എൻ്റെ അസറ്റിൻ്റെ വാല്യൂ വരുന്നത് 1 million ആണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? 95% എൻ്റെ വാല്യൂ മീൻസ് എൻ്റെ അസറ്റിൻ്റെ വാല്യൂ ആയിട്ടുള്ള 1 million കൂടുതൽ എനിക്ക് ലോസ് സംഭവിക്കില്ല. ഓക്കെ, 95% സംഭവിക്കില്ല. ഇപ്പോൾ റിമൈനിങ് ഒരു 5% ഇല്ലേ, അതല്ലേ പറഞ്ഞേക്കുന്നത്. ദർ ഈസ് എ 5% ചാൻസ് ഓഫ് ലോസിങ് മോർ ദാൻ 1 million ഇൻ 1 day. ഇവിടെ 1 day ഡീറ്റെയിൽസാണ് പറഞ്ഞേക്കുന്നത്. ഒരു ദിവസം 95% 1 million മുകളിൽ എനിക്ക് ലോസ് സംഭവിക്കില്ല. എൻ്റെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ ലോസ് സംഭവിക്കില്ല, അസറ്റ് ആണെങ്കിൽ വാല്യൂവിൽ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അല്ല മീൻസ് 95% വന്നിട്ടുള്ളൂ, 100% പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കി 5% ചാൻസ് എന്താടാ? 1 million മുകളിൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം നമ്പറിൽ പറഞ്ഞിട്ടില്ല എത്ര ലോസ് വരാം, എത്ര സാധ്യത ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വാല്യൂ അറ്റ് റിസ്ക് മനസ്സിലായില്ലേ? മാക്സിമം പൊട്ടൻഷ്യൽ ലോസ് വരും എന്തിൽ? വാല്യൂ ഓഫ് ആൻ അസറ്റ്, അല്ല എങ്കിൽ പോർട്ട്ഫോളിയോയിൽ. ഓക്കെ, അസറ്റിൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ വരുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ലോസ് ആണ് എന്തിൽ പറയുന്നത്? വാല്യൂ അറ്റ് റിസ്കിൽ പറയുന്നത്. ഓവർ എ സ്പെസിഫിക് പീരീഡ്, ഒരു പീരീഡിലേക്കുള്ളതാണ്. അറ്റ് എ ഗിവൻ കോൺഫിഡൻസ് ഇൻ്റർവെൽ. ഇവിടെ ഈ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ ഞാനൊരു 95% പറഞ്ഞില്ലേ, കോൺഫിഡൻ്റ് അല്ല 95% വരാം. 95% സംഭവിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലേ, അതിനെയാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയുടെ വാല്യൂ എത്രത്തോളം ലോസ് ഉണ്ടാവാം, മാക്സിമം പൊട്ടൻഷ്യൽ ലോസ് എത്ര ഉണ്ടാവാമെന്ന് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അസസ് ചെയ്തേക്കുവാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വാല്യൂ അറ്റ് റിസ്ക്. എന്താണത്? ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് ടൂളാണ്. ഫസ്റ്റ് വൺ മനസ്സിലായില്ലേ? ഇനി ഇതുമായിട്ട് കണക്റ്റഡാണ്. ഇവിടെ ഇപ്പോൾ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഓർ പോർട്ട്ഫോളിയോ അല്ലേ, അത് മാത്രമായിരിക്കും ഇനി മാറുന്നത്. ഇതേപോലെ തന്നെ മാക്സിമം എത്ര ലോസ് ഉണ്ടാവും നോക്കും. എന്ത് വെച്ചിട്ട്? കോൺഫിഡൻസ് ഇൻ്റർവെല്ല് വെച്ചിട്ട്. പലതായിരിക്കും മാറുക. ഇവിടെ വാല്യൂ ഓഫ് അസറ്റ് വേറെ, ഇനി ഓരോന്നായിരിക്കും. നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ അറ്റ് റിസ്ക്. നേരത്തെ വാല്യൂ ആയിരുന്നു, ഇവിടെ ക്യാഷ് ഫ്ലോ ആയി. ആ പേരിലുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും നോക്കുന്നത്? ഈ കോൺഫിഡൻസ് ഇൻ്റർവെല്ല് വെച്ചിട്ട്. അല്ലെ പൊട്ടൻഷ്യൽ ലോസ് എന്തിലായിരിക്കും ഉണ്ടാവുന്നത്? ക്യാഷ് ഫ്ലോസിൽ. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സിമിലർ ടു വാല്യൂ അറ്റ് റിസ്ക് ബട്ട് ഇറ്റ് മെഷേഴ്സ് ദ പൊട്ടൻഷ്യൽ ഡിക്ലൈൻ ഇൻ ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ക്യാഷ് ഫ്ലോസിൽ എത്രത്തോളം ലോസ് ഉണ്ടാവുമെന്ന് നോക്കുന്നത്. നേരത്തെ വാല്യൂ ഓഫ് അസറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അസറ്റ് വാല്യൂ. നേരത്തെ അസറ്റ് വാല്യൂ ആയിരുന്നു, ഇവിടെ എന്താണ്? ക്യാഷ് ഫ്ലോസിലാണ്. ഇറ്റ് ഷോസ് ഹൗ ലൈക്ലി ഇറ്റ് ഈസ് ദാറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓർ ഔട്ട്ഫ്ലോസ് വിൽ ചേഞ്ച് ബിയോണ്ട് എ സെറ്റ് എമൗണ്ട് ഡ്യൂ ടു റിസ്ക് സച്ച് ആസ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് ഓർ മാർക്കറ്റ് വോളറ്റിലിറ്റി. പല റിസ്ക്കുകളും ഉണ്ട്. ഇപ്പം ക്യാഷ് ഫ്ലോയെ അഫക്റ്റ് ചെയ്യുന്ന റിസ്ക്കുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ ചിലപ്പോൾ ഔട്ട്ഫ്ലോ വരാം, ചിലപ്പോൾ ഇൻഫ്ലോ വരാം, പല കാരണങ്ങൾ വരാം. അപ്പോൾ അതുപോലത്തെ കാരണങ്ങൾ കാരണം
ഇൻഫ്ലോയ്സിൽ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോസിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതാണ് ക്യാഷ് ഫ്ലോ ആയിട്ട് റിസ്ക്. ക്യാഷ് ഫ്ലോയിൽ എത്ര പൊട്ടൻഷ്യൽ ലോസ് വരും അല്ലെ ഡിക്ലൈൻ ആവും എന്നാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എ കമ്പനി ആസ് എ 1 year ക്യാഷ് ഫ്ലോ അറ്റ് റിസ്ക് ഓഫ് 10 crore at 95%. അതിനർത്ഥം എന്തോടാ, ഒരു വർഷം അവിടുത്തെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എത്ര, 95%. ഒരു വർഷത്തിൽ കമ്പനിക്ക് 10 കോടി നഷ്ടമാവാൻ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 95% 10 കോടി താഴെ ആയിരിക്കും കുറേ, 10 കോടിക്ക് മുകളിലോട്ട് പോവില്ല കോൺഫിഡൻ്റ് ആയിട്ട്. ബാക്കി ഒരു 5% എന്താ പറയുന്ന, ദർ ഈസ് എ ചാൻസ് 5% ചാൻസ് ദാറ്റ് ദ ക്യാഷ് ഫ്ലോ ലോസ് മേ ബി മോർ ദാൻ 10 crore. കോൺഫിഡൻസ് ഇൻ്റർവെൽ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് ടൂൾസിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എത്രത്തോളം ലോസ് ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. മനസ്സിലായില്ല എന്താണെന്ന്? നമുക്ക് അടുത്ത സ്റ്റെപ്പല്ല, അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ടൂളായിട്ടുള്ള ഏണിങ്സ് അറ്റ് റിസ്ക്. ഇതും അതേപോലെ തന്നെയാണ്. നേരത്തെ ക്യാഷ് ഫ്ലോ ആയിരുന്നു, ഇവിടെ ഏണിങ്സിൽ എത്ര ഡിക്ലൈൻ ആവും, കോൺഫിഡൻസ് ഇൻ്റർവെൽ വെച്ചിട്ട് ഏണിങ്സിൽ എത്ര ഡിക്ലൈൻ ആവും നമുക്ക് നോക്കാം. ഇറ്റ് മെഷേഴ്സ് ദ പൊട്ടൻഷ്യൽ ഡിക്ലൈൻ ഇൻ ഏണിങ്സ് വിത്തിൻ എ കോൺഫിഡൻസ് ഇൻ്റർവെൽ. ഇറ്റ് അസസസ് ഹൗ ചേഞ്ചസ് ഇൻ വേരിയബിൾസ് എഫക്റ്റ് ഏണിങ്സ്. ഏണിങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിൽ ചേഞ്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ ഏണിങ്സ് എത്രത്തോളം കുറയുന്നു അല്ലെ എത്രത്തോളം ലോസ് സംഭവിക്കുന്നു, അതാണ് ഏണിങ്സ് അറ്റ് റിസ്കിൽ പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി ഹാസ് 1 year ഏണിങ്സ് അറ്റ് റിസ്ക് ഓഫ് 8 crore at 95% കോൺഫിഡൻസ്. അതിനർത്ഥം എന്താ, 95% 8 കോടിക്ക് മുകളിൽ എന്താവില്ല, ഏണിങ്സ് നഷ്ടമാവില്ല, കുറയില്ല, ലോസിലേക്ക് പോവില്ല. 95% അവർക്ക് കോൺഫിഡൻസാണ്. പക്ഷേ പ്രശ്നമുണ്ട്, 5% ചാൻസ് ഉണ്ട് ദ ഏണിങ്സ് ലോസ് മേ ബി മോർ ദാൻ 8 crore. എന്താണ് പറഞ്ഞേക്കുന്നത്, 8 കോടിക്ക് മുകളിൽ ലോസ് സംഭവിക്കാനുള്ള ചാൻസ് 5% അപ്പോഴും ഉണ്ട്. ഓക്കെ, അതാണ് ഏണിങ്സ് അറ്റ് റിസ്ക്. ഇനി ഏണിങ്സ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് നോക്കാം എന്താ എഴുതിയേക്കുന്നത് നോക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഷോയിങ് ദ റേഞ്ച് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പോസിബിൾ ഏണിംഗ് ഔട്ട്കം. ഇറ്റ് ഹെൽപ്സ് ടു വിഷ്വലൈസ് ഹൗ ലൈക്ലി ഡിഫറെൻറ്റ് പ്രോഫിറ്റ് ലെവൽസ് ആർ അണ്ടർ അൺസർട്ടനിറ്റി. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, എടാ ഇവിടെ നമ്മൾ നേരത്തെ കോൺഫിഡൻസ് ഇൻ്റർവെൽ വെച്ചിട്ട് ഇവിടെ അങ്ങനെ അല്ല നോക്കുന്നത്, ഇത് പ്രോബബിലിറ്റിയും റേഞ്ചും വെച്ചിട്ടാണ്. എടാ 10 million എനിക്ക് ഏണിങ്സ് കിട്ടാനുണ്ട്, പക്ഷേ അവിടെ റിസ്കിനുള്ള സാധ്യത 0.2 അതേപോലെ എനിക്ക് 8 million കിട്ടാനുണ്ട്, അവിടെ റിസ്കിൻ്റെ സാധ്യത 0.3. അപ്പോൾ നമ്മൾ എന്താ നോക്കിയാൽ പ്രോബബിലിറ്റി ഉണ്ട്, എത്രത്തോളം ലൈക്ലിഹുഡ് ഉണ്ട്, അതുപോലെ റേഞ്ച് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഒരു ഗ്രാഫ് വരയ്ക്കും, ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണിക്കും. അതിനെയാണ് ഏണിങ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കാം, ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഷോയിങ് ദ റേഞ്ച് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പോസിബിൾ ഏണിംഗ് ഔട്ട്കം. നമുക്ക് കിട്ടുന്ന ഏണിങ്സ് പല ഏണിങ്സ് ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ റേഞ്ചും എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വിഷ്വലി ഒരു ഗ്രാഫിക്കലി എന്ത് ചെയ്യും, അതിനെ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഏണിങ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എടാ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഹെൽപ്സ് വിഷ്വലൈസ് ഹൗ ലൈക്ലി ഡിഫറെൻറ്റ് പ്രോഫിറ്റ് ലെവൽസ് ആർ അണ്ടർ അൺസർട്ടനിറ്റി. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് എന്താണ് പറയുന്നത്, ഇറ്റ് നമ്മളെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. വിഷ്വലൈസ്, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഏണിങ്സ് ഇല്ലേ പല അൺസർട്ടനിറ്റീസ് വരുന്ന ടൈമിൽ അല്ലെ പല പ്രോബബിലിറ്റീസിൽ പല അൺസർട്ടനിറ്റീസിൽ നമ്മളെ ഏണിങ്സ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണിക്കില്ലേ, നമ്മളെ പ്രോബബിലിറ്റി വെച്ചിട്ടല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഏണിങ്സ് പെർ ഷെയർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ ഏണിങ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഗ്രാഫിക്കലി, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യൂടാ, ഏണിങ്സിന് ഒരു ഷെയർ ഹോൾഡറിന് എത്ര കിട്ടുന്നു അതല്ലേ ഏണിങ്സ് പെർ ഷെയർ, അതിനെ നമ്മൾ പ്രോപ്പർലി ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഏണിങ്സ് പെർ ഷെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് ഈസ് സിമിലർ ടു ഏണിങ്സ് ഡിസ്ട്രിബ്യൂഷൻ ബട്ട് ഫോക്കസസ് ഓൺ ഏണിങ്സ് പെർ ഷെയർ. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇറ്റ് ഷോസ് ഹൗ EPS മൈറ്റ് ഫ്ലക്ച്വേറ്റ് ബേസ്ഡ് ഓൺ വേരിയിങ് ബിസിനസ് കണ്ടീഷൻ. ബിസിനസ് കണ്ടീഷൻസിൽ മാറ്റം വരുമ്പോൾ എത്രത്തോളം EPS ഫ്ലക്ച്വേറ്റ് ആവുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ബിസിനസ് കണ്ടീഷൻസിൽ മാറ്റം വരാനുള്ള പ്രോബബിലിറ്റി നോക്കും, അതിൻ്റെ റേഞ്ച് നോക്കും, അത് വെച്ചിട്ട് EPS എത്രത്തോളം ചേഞ്ച് വരുന്നു. ഇപ്പോൾ ജസ്റ്റ് 12 ആണ്, അവിടെ പ്രോബബിലിറ്റി 20 ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കും, അങ്ങനെ ടോട്ടൽ എടുക്കും, എല്ലാത്തിൻ്റെയും ആവറേജ് എടുത്തിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അതിനെന്ത് ചെയ്യും, ഗ്രാഫിക്കലി വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ള ലാസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റ് ടൂളാണ് എന്താണ്, ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് ആ പേരിലുണ്ട്, മീൻസ് നിങ്ങൾ ആ പേരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പഠിക്കുക.
ഒന്നുമില്ല, നമ്മൾ കമ്പയർ ചെയ്യുക, നമ്മൾ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഓട്ട മത്സരത്തിൽ ഒരാൾ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. അതിനർത്ഥം എന്താ, പുള്ളി അവിടെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കിനി അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവാലുവേറ്റ് ചെയ്യാം. അതിനെക്കാട്ടിലും നല്ലതാണോ അതിനെക്കാട്ടിലും മോശമാണോ, നമ്മളെല്ലാ മത്സരങ്ങളും അങ്ങനെയല്ല നടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ആദ്യം പെർഫോം ചെയ്തൊരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യും, അതിനെ തോൽപ്പിച്ചാൽ ഫസ്റ്റ് ആവും. അതിൻ്റെ പുറകെ ആണെങ്കിൽ ആരാണോ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് അയാൾ ഫസ്റ്റ് ആവും. ഓക്കെ അല്ലേ? മീൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും ഒരെണ്ണം വെച്ചിട്ട്. അപ്പോൾ ആ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം സെറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് കമ്പയർസ് എ കമ്പനീസ് റിസ്ക് എക്സ്പോഷർ ഓഫ് റിസ്ക്, ഫസ്റ്റ് പറഞ്ഞ കാര്യം, ആൻഡ് പെർഫോമൻസ്, എത്രത്തോളം റിസ്ക് വന്നു കഴിഞ്ഞാൽ, റിസ്ക് ഇവൻറ്റ് സംഭവിച്ചാൽ എത്രത്തോളം ലോസ് ഉണ്ടാവും, അതാണ് റിസ്ക് എക്സ്പോഷർ എന്ന് പറയുന്നത്. അതുപോലെ പെർഫോമൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം അവിടെ ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? എഗെയിൻസ്റ്റ് സിമിലർ ഫേംസ് ഓർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ആവറേജ് എടുത്തു, എല്ലാ വർഷവും ഈ ഇൻഡസ്ട്രി ഇത്ര നെറ്റ് ഇൻകം അടിക്കുന്നുണ്ട്, ആവറേജ്. നമുക്കൊരു ബെഞ്ച് മാർക്ക് ഇല്ലേ, നമ്മൾ അതിനെക്കാട്ടിലും മുകളിൽ പോയോ അതിനെക്കാട്ടിലും താഴെയാണോ എന്ന് നമുക്ക് കമ്പയർ ചെയ്തുകൂടെ, ക്വാണ്ടിഫയബിൾ ടൈമിൽ തന്നെ കമ്പയർ ചെയ്തുകൂടെ. അതിനെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. റിപ്പീറ്റാണ് ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നു. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ വേർ ദ കമ്പനി സ്റ്റാൻഡ്സ് ആൻഡ് വാട്ട് ഇംപ്രൂവ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ്. വീണ്ടും പറയാൻ പോവാം, നമ്മൾ എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിക്കൂടെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട്. ഇനി നമുക്ക് താഴെയാണെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എ മാനുഫാക്ചറിങ് കമ്പനി ബെഞ്ച് മാർക്സ് ഇറ്റ്സ് മെഷീൻ ഡൗൺ ടൈം എഗെയിൻസ്റ്റ് ഇൻഡസ്ട്രി ലീഡേഴ്സ് ആൻഡ് ഫൈൻഡ് ഹയർ ഡൗൺ ടൈം. ഇറ്റ് അഡോപ്റ്റ്സ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്രാക്ടീസ് ടു മോർ ഇൻഎഫിഷ്യൻസി. കാരണം നമ്മൾ മാനുഫാക്ചറിങ് കമ്പനിയാണ്, നമ്മൾ അതേ ബിസിനസ് നടത്തുന്ന അതേ മെഷീനറി റൺ ചെയ്യുന്ന മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ ആവറേജ് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ മെഷീൻസ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന ടൈമാണ്, വർക്ക് ചെയ്യാതെ വെക്കുന്ന ടൈമാണ്. അത് നോക്കിയപ്പോൾ അവരൊരു മാക്സിമം ഒരു 2 hours ഒക്കെ ആവറേജ് വരുന്നത്, നമ്മളത് നോക്കിയപ്പോൾ ഒരു 3 hours വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തതല്ലേ, ആ 2 hours ഇല്ലേ, അതാണ് അവിടുത്തെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ 3 hours എടുക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ, നമ്മൾ പ്രോപ്പർ അല്ല, നമുക്കവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രാക്ടീസസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കണം. അതുപോലെ തന്നെ നമ്മൾ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണം. നമുക്ക് ക്വാണ്ടിഫയബിൾ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, നമുക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി പറ്റി. ഒരു ടൂളല്ലേ, അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളല്ലേ അവളുടെ റിസ്കിനെ കണ്ടുപിടിച്ചിട്ട്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇത്രയാണ് നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് ടൂളിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളെ സെക്കൻഡ് പ്രോസസ്സായിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള റിസ്ക് അസസ്മെൻറ്റും കഴിഞ്ഞു. നമുക്ക് 3 പ്രോസസ്സ് കൂടാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അടുത്തത് വരുന്നത് റിസ്ക് പ്രയോറിറ്റൈസേഷനാണ്. സിമ്പിളാണ്. ഈ 2 വരാം, ആദ്യത്തെ 2 കിട്ടിക്കഴിഞ്ഞാൽ 3 സിമ്പിളായിട്ട് പോയിക്കോളും. ചെറിയ വീഡിയോസ് ആയിരിക്കും അടുത്ത ഉണ്ടാവുക. നമുക്കെന്നാൽ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.